ഹായ് ഹലോ, ഇതൊരു ഫിനാൻസ് ചാനലാണ്. നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ റിവാർഡ്സ്, പോയിന്റ്സ്, മൈൽസ് ഇതെല്ലാം ഉപയോഗിച്ചൊരു ട്രാവൽ എങ്ങനെ സിംപ്ലിഫൈ ചിലവ് കുറച്ച് ചെയ്യാമെന്നതിനെ മാത്രം ആസ്പദമാക്കിയുള്ള ഒരു ചാനലാണ്. നിങ്ങൾ ബാക്കിയുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടുള്ളൂ. അപ്പോൾ ബന്നിമല ട്വിൻ വാട്ടർഫോളിൻ്റെ അവിടെ മഴ പെയ്തപ്പോൾ വെയിറ്റ് ചെയ്താൽ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ മാറിയപ്പോൾ ഒരു മലമുകളിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു മൂടൽമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാലിയിൽ ടൂ വീലറിൻ്റെ അടുത്ത് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറേ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും. ടൂ വീലറാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മൂടൽമഞ്ഞും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ പോയി ഞങ്ങളുടെ സ്റ്റേ ആയിരുന്നു. ഡയമണ്ട് ഗ്ലാമ്പിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റേ എടുത്തിരിക്കുന്നത്. നേരിട്ട് ചെല്ലുകയോ ബാക്കിയുള്ളതിനേക്കാളൊക്കെ നല്ലൊരു റേറ്റ് ആയിരുന്നു ഞങ്ങൾക്ക് അഗോഡ വഴി കിട്ടിയത്. സോ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതും അഗോഡ വഴി ബുക്ക് ചെയ്യാൻ തന്നെയാണ്. ഈ ഉലുണ്ടാനുബരാട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് വീഡിയോ ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പോയ വ്ളോഗൊക്കെ കാണാൻ നേരത്ത് ഇവിടെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യണം. ഒരു ഹറിബറി ആയിട്ടൊക്കെ ഒന്നും വേണ്ട, നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നോർമലി എല്ലാവരും ഉബൂദിൽ റൂം എടുത്തിട്ട് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് ഉബൂദിലേക്ക് തന്നെ പോകുന്ന രീതിയിലാണ് എല്ലാവരും, അതായത് മെജോറിറ്റി ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഈ ഉലുണ്ടാനുബരാതം കണ്ടപ്പോൾ എനിക്കതുകൊണ്ട് നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നിയുകൊണ്ടാണ് ഇവിടെ അടുത്ത് തന്നെ ഒരു സ്റ്റേ എടുത്തത്. അപ്പോൾ ഡയമണ്ട് ഗ്ലാമ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പ് സ്റ്റേ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി ടൂർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ ഡയമണ്ട് ഗ്ലാമ്പിംഗ് കോഫി ഷോപ്പ്, ഔട്ട് ബൗണ്ട്, ഇൻസ്റ്റാഗ്രാമബിൾ എന്നാണ് അവർ പറയുന്നത്. ആക്ച്വലി ഇവിടെ പ്രൊമോയൊക്കെ ഉണ്ട്. ഇവിടുത്തെ മെനു ആണ്. ആക്ച്വലി ഇത് ബാക്കിയുള്ള പ്രോപ്പർട്ടീസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ലാഭമാണ് കേട്ടോ. ഈ റേറ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി വെച്ച് നോക്കുകയാണെങ്കിൽ ലാഭമാണെന്ന് ഞാൻ പറയാൻ കാരണം ഓഫ് കോഴ്സ് ഇതിൻ്റെ ആംബിയൻസ് ആണ്. ഇപ്പോൾ ഉലുണ്ടാനുബരാട്ട് എന്ന് പറഞ്ഞാൽ ടെമ്പിൾ ഇരിക്കുന്നത് ഒരു റിവറാണോ ലേക്കാണോ എന്ന് എനിക്കറിയില്ല, അതിനടുത്താണ്. അപ്പോൾ അതേ ഇത് അവിടെ നിന്ന് ജസ്റ്റ് 1.5 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ ആംബിയൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ക്യാമ്പ് സൈറ്റ്സ് ആണ്. ഈ കാണുന്ന പോലെയാണ് ആ റൂം. ഇതിൻ്റെ സ്റ്റാർട്ടിങ് കാറ്റഗറി ആയിട്ട് വരുന്നത് ഈ കാണുന്ന ഈ റൂംസുകളാണ്. സ്റ്റാൻഡേർഡ് ടെൻ്റ് എന്ന് പറയും. നമുക്കിതൊരു 1500 ആ റേഞ്ച് മുതലാണ് തുടങ്ങുന്നത്. പിന്നീട് ഇവിടേക്ക് ഈ കാണുന്നതാണ് ഡബിൾ റൂം വിത്ത് ടെറസ് എന്നൊരു കാറ്റഗറിയിലാണ് വരുന്നത്. ടെറസ് എന്നവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. ഈ ഒരു മുറ്റമായിരിക്കാൻ ചിലപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതാണ് വരുന്നത്. ഇതിന് ഒരു 1900 ആ റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി ആയിട്ട് വരുന്ന ഇവിടെ ഒരു ഫാമിലി കോട്ടേജ് എന്നുള്ള പേരിലിട്ടിരിക്കുന്ന ഈ ഒരു കാറ്റഗറിയിലുള്ള റൂം വരുന്നുണ്ട്. 2500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ആക്ച്വലി ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ റൂം. ഇവിടെ നിന്ന് നേരെ ലേക്ക് വ്യൂ ആണ്. ഇവർക്ക് സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ സർവീസ് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് അവൈൽ ചെയ്യാം. കുടയൊക്കെ ഉണ്ട്. അതൊക്കെ ഇരുന്ന് എനിക്ക് തോന്നുന്നു രാത്രി നല്ല വൈബായിരിക്കാം. ചിലപ്പോൾ ഒരു ഹട്ട് പോലെയൊക്കെ പണിതിട്ടിട്ടുണ്ട് സൈറ്റ് സീയിങ്ങിന് വേണ്ടി. പക്ഷേ ഒരു വണ്ടർഫുൾ വ്യൂ ആണത്. ഇതൊരു നല്ല സൂപ്പർ പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം. റൂം ടൂർ. ഇതാണ് റൂം. ഒരു ഡബിൾ ബെഡ് ഉണ്ട്. ആക്ച്വലി ഈ സ്ഥലത്തിൻ്റെ ക്ലൈമറ്റ് കാരണം അത് എപ്പോഴും തണുപ്പായിരിക്കും എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഫാനോ എ സിയോ ഒന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് റൂമിൽ നിന്ന് പുറത്തേക്കുള്ള ഈ വ്യൂ. കൊള്ളാമല്ലേ? എന്താ ആംബിയൻസ്. ഇതാണ് ഉലുണ്ടാനുബരാട്ടിലേക്ക് പോയിട്ടില്ല. ഇത്രയും ബന്നിമല ട്വിൻ വാട്ടർഫോൾസ് തിരിച്ച് കയറിയതോടുകൂടി അയ്യാ വായിന്ന് പദം വന്നു എന്നൊക്കെ പറയൂലേ. ഇത് വേറൊന്നും കണ്ടല്ല, ശീലമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഇപ്പോൾ കുറച്ച് പേര് ഇവിടെ ഒന്ന് റെസ്റ്റ് എടുത്ത് ഒരു അരമണിക്കൂർ ഒന്ന് ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് തിരിച്ചു ഉലുണ്ടാനുബരാട്ടിലേക്ക് പോകാം. ആക്ച്വലി സൺസെറ്റ് ഞങ്ങൾക്ക്
കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ ക്ലൈമറ്റ് അനുസരിച്ച് സൺസെറ്റ് ക്ലിയർ ആയിരിക്കില്ല ഒരിക്കലും. പക്ഷേ വൈകിട്ട് അവിടെ രസമായിരിക്കും. ഒരു 6:30 ക്ലോസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ഈ റൂമിലേക്ക് വരാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലൈമറ്റ് മൊത്തത്തിലങ്ങ് മാറി. ആ മഴ പെയ്തിട്ടുള്ള ആ മങ്ങി നിൽക്കുന്നൊന്നുമല്ല, നല്ല തെളിഞ്ഞ ആകാശം തന്നെയായിരുന്നു. താമസിക്കുന്നിടത്ത് ഉലുന്താനോ ബരാത്തൻ ടെമ്പിളിലേക്ക് നിസ്സാര ദൂരമേ ഉള്ളൂ, 1 കിലോമീറ്റർ താഴെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ബൈക്ക് എടുത്ത് ഇറങ്ങി. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഉലുന്താനോ ബരാത്തൻ. അവരുടെ ആ ഒരു പാർക്കിങ്, ആ ബാക്കിയുള്ള ഇത്രയും ടൂറിസ്റ്റുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നുള്ള അവരുടെ ആ ഒരു അറേഞ്ച്മെന്റ്സ്, അത് എടുത്തു പറയേണ്ട കാര്യമായിരുന്നു. കാരണം ഞങ്ങൾ എൻട്രി ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ഈ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ തിരിച്ചു പോകുന്ന അവരുടെ ആ അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട്, എത്ര ടൂറിസ്റ്റുകൾ വന്നാലും ഇവിടെ ഒരു തിരക്കുമില്ലാത്ത ആ രീതിയിൽ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു ടൂറിസം ഓർഗനൈസേഷനാണ് ബാലിയിലുള്ളത്. ഉലന്താനോ ബരാത്ത മാത്രമല്ല, എല്ലായിടത്തും അവർ ആ ക്രൗഡ് മാനേജ്മെന്റ് അത് വളരെ ഭംഗിയായിട്ടാണ് അവർ ഡീൽ ചെയ്യുന്നത്. ആക്ച്വലി ഇവരുടെ ക്രൗഡ് മാനേജ്മെന്റ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടിയിരിക്കുന്നു. അത്രയധികം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ കൂടിയാണല്ലോ ഈ ബാലി. അങ്ങനെ ടിക്കറ്റ് എടുത്തു. 2 പേർ കൂടി 828 ഇന്ത്യൻ റുപ്പിയാണ് ആയത്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഒരാൾക്ക് ഏകദേശം എത്ര വരുമെന്നുള്ളത്. കുറച്ച് എക്സ്പെൻസീവ് സൈഡിലാണ് വരുന്നത് ഇതിൻ്റെ എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത്. എന്നാൽ പോലും ഈ ഉലുന്താനോ ബരാത്തൻ മിസ് ചെയ്യരുത്. Thank you. ഉലുന്താനോ ബരാത്തനിൽ 75,000 ഇന്തോനേഷ്യൻ റുപ്പീസാണ് ഒരാൾക്ക് വരുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോഴാണ് അത് ടോട്ടലി വെർത്താണെന്ന് മനസ്സിലാവുന്നത്. കാരണം സോ ബ്യൂട്ടിഫുൾ. പിന്നെ 75,000 രൂപ എൻട്രി ഫീ മാത്രമല്ല, നമ്മളുടെ 2 വീലറിന് ഉള്ള റെൻ്റ് എത്രയാണെന്നുള്ളത് ടൈം അനുസരിച്ചിട്ടാണ്. അവർക്കറിയാം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ സമയം എടുത്തിട്ടൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങാറുള്ളത്. കൊള്ളാല്ലേ, ബാലിയുടെ ഐക്കോണിക് ഗേറ്റ് ഇവിടെയുണ്ട്. ശരിക്കും ഇവിടേക്ക് ഈവനിങ്ങിൽ വൈകിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സൺസെറ്റ് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സൺസെറ്റും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് അതായിരിക്കും അതിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതുപോലെ ബാലിയുടെ ഐക്കോണിക് ഗേറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഈ ലെംപുയാങ്ങിലും അല്ലെങ്കിൽ ഹണ്ടാരയുടെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് ഇതുപോലെ മണിക്കൂറുകളോളം ക്യൂ നിന്ന് വളരെ കുറച്ച് നേരത്തേക്ക് 1-2 മിനിറ്റത്തേക്ക് 2-3 ക്ലിക്ക് കിട്ടുന്നതിനേക്കാളും നല്ലത് ഇവിടെ ഇങ്ങോട്ടേക്ക് വരിക. ഉലുന്താനോ ബരാത്തൻ ഇവിടെയും ഒരു ഐക്കോണിക് ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിന് മുമ്പിൽ നിന്ന് സൂപ്പറായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. നല്ല ഫോട്ടോസ് തന്നെയാണ് ഇവിടെ നിന്നും കിട്ടുന്നത്. 5 പൈസ ചിലവില്ല. എവിടെ ചെന്നാലും നമ്മളുടെ ഫോണിൽ തന്നെയാണ് എല്ലാവരും ഫോട്ടോ എടുത്ത് തരുന്നത്. അല്ലാതെ സെപ്പറേറ്റ് DSLR ക്യാമറയോ അത് കാര്യങ്ങളൊന്നും കൊണ്ട് അവർ നമുക്ക് ഫോട്ടോ ഒന്നും എടുത്ത് തരുന്നില്ല. അപ്പോൾ ഉലുന്താനോ ബരാത്തൻ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ആക്ച്വലി എവിടെ നോക്കിയാലും ഫോട്ടോ പോയിൻ്റാണ്, എല്ലായിടത്തും ഒരുപാട് ഫോട്ടോ പോയിൻറ്റ്സ്. മിക്ക സ്ഥലത്തും ഹോളി പ്ലേസ് ഡു നോട്ട് എൻ്റർ, അതായത് ഗസ്റ്റിന് പ്രവേശനമില്ല എന്നുള്ളത് മിക്ക സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട്. ഇവർ ടൂറിസം കൊണ്ട് ഒരുപാട് ടൂറിസ്റ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇന്തോനേഷ്യയിൽ ചെയ്യുന്നുണ്ടെങ്കിലും അവരവരെ കൾച്ചർ വിട്ടിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഏത് ടെമ്പിളിൽ ചെന്നാലും അവിടുത്തെ ആ ഒരു പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥനയ്ക്കാണെങ്കിൽ മാത്രമാണ് അവർ ബാലിനീസ് പീപ്പിളിനെ ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഇന്തോനേഷ്യക്കാരെ ആണെങ്കിലും അല്ലെങ്കിൽ ഫോറിനേഴ്സിനാണെങ്കിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണെങ്കിൽ മാത്രം ചെല്ലാം, അല്ലെങ്കിൽ കയറണ്ട എന്നുള്ളൊരു ആ രീതി തന്നെയാണ് അവർ പിന്തുടരുന്നത്. അത് കൊള്ളാം, വളരെ നന്നായിട്ട് തോന്നി. ഈ ബാലി ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ മുതൽ നെറ്റിൽ ബാലിനെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ട ഫോട്ടോകളിലൊന്നാണ് ഉലുന്താനോ ബരാത്തൻ്റെ ഈ കാണുന്ന ഫോട്ടോ. അപ്പോൾ ഈ ടെമ്പിൾ നമ്മൾ ഒരുപാട് ഫോട്ടോസിൽ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല.
ഇനി ഈ ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നദികളുടെയും തടാകങ്ങളുടെയും ദേവിയായിട്ടുള്ള ദേവി ദാനുവിന് വേണ്ടി 1633 അപ്പോഴത്തെ രാജാവായിരുന്ന മെങ്വി അദ്ദേഹം പണി കഴിപ്പിച്ച ഒരു ടെമ്പിളാണ് ഈ ഉലുൻ ഡാനു ബരാട്ടൻ ടെമ്പിൾ. ഇന്നിപ്പോൾ ഇത് യുനെസ്കോ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സുബക് ഇറിഗേഷൻ സിസ്റ്റത്തിന്റെ ഭാഗം കൂടിയാണ്. ഈ ഉലുണ്ടാനു ബരാത്തൻ ടെമ്പിൾ എന്ന് പറയുന്നത് ഒരുപാട് ടെമ്പിൾസ് ഇതിൻ്റെ അകത്ത് തന്നെയാണ്. അതിൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ 11 ടയർ മെറു, ഈ കാണുന്ന മെയിൻ പഗോഡയാണ്. ഈ പഗോഡ ശിവഭഗവാനും പാർവതിക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുകൂടാതെ ഇവിടെ ബാക്കി വിഷ്ണുവിനും ബ്രഹ്മാവിനും ദേവി ഡാനുവിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് ചെറിയ 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 ടെമ്പിൾസ് ഇവിടെ കാണാം. പിന്നെ ഒരു ഫ്ലോട്ടിംഗ് ഇല്യൂഷൻ ഇത് ഈ ഉലുണ്ടാനു ബരാട്ടൻ നൽകാറുണ്ട്. ഇത് എന്തുകൊണ്ട് ഇത്ര ടൂറിസ്റ്റുകൾ ഒരുപാട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേലിയേറ്റ സമയത്ത് ഈ കാണുന്ന ഈ ടെമ്പിൾ, ഈ മെയിൻ പഗോഡ എന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്ന പോലുള്ള ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ നമുക്ക് നൽകും. അതിന് ആ വേലിയേറ്റ സമയത്ത് വരണം. ഇതിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഗൈഡുണ്ട്. നമുക്ക് ഒരുപാട് പേര് ഇവിടെ ഗൈഡായിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് നൽകുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ ഇവർ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുൻകൂട്ടി ഏതൊക്കെ സമയത്ത് ഇങ്ങനെയാണെന്നൊക്കെ ഇവർക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ സമയത്തേക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് ടൂറ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഉലുണ്ടാനു ബരാട്ടനിൽ. ഒരു ഒപ്റ്റിക്കലായിട്ടൊരു ഫ്ലോട്ടിംഗ് ഇല്യൂഷനൊക്കെ നൽകുന്നത് അതൊരു നല്ല കാഴ്ചയായിരിക്കും. അപ്പം എന്തായാലും ഞങ്ങൾക്ക് ആ കാഴ്ച ഏതായാലും മിസ്സായി. അപ്പം നിങ്ങൾ ബാലി പ്ലാൻ ചെയ്യുമ്പോൾ ഉലുണ്ടാനു ബരാട്ടൻ ടെമ്പിൾ എന്നുള്ളത് ഈ വേലിയേറ്റ സമയത്ത് ആ ഫ്ലോട്ട് ചെയ്ത പോലുള്ള ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ നൽകുക എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞപ്പോൾ തന്നെ അയ്യോ എന്നുള്ളൊരു ഫീലായിരുന്നു. കാരണം അത് മിസ്സായി പോയല്ലോ. അപ്പം നിങ്ങൾ ആ സമയമൊക്കെ മുൻകൂട്ടി അറിഞ്ഞു കാണുന്നുണ്ടെങ്കിൽ ആ ഒരു കാഴ്ച മിസ് ചെയ്യാതിരിക്കുക. കാരണം ഏതായാലും ഈ ടെമ്പിൾ ഇവിടം വരെ വരുന്നു. ഉബോദിൽ നിന്ന് 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തൊക്കെ വേണം നമുക്ക് ഇവിടെ എത്താനായിട്ട്. ഒരിക്കലും ഡേ ടൂർ എടുക്കരുത്. എൻ്റെ അഭിപ്രായത്തിൽ ഉലുണ്ടാനു ബരാട്ടനിലേക്ക് ഡേ ടൂർ എടുത്ത് വരുന്നതിനേക്കാൾ വൈകിട്ട് ഇവിടെ വരിക. ഇതിൻ്റെ ഗാർഡനൊക്കെ വളരെ പീസ്ഫുള്ളാണ്. അപ്പോൾ ഇത് നടന്ന് കാണുക, കുറച്ചധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുക. കാരണം അതിനുള്ളതുണ്ട്. ഞങ്ങളതുകൊണ്ടാണ് വൈകിട്ട് ഇവിടെ സൺസെറ്റ് കാണണം എന്നുള്ളൊരു മൈൻഡിലൂടെ വന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സൺസെറ്റ് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുണ്ട് പോയി. പിന്നെ സൺസെറ്റിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഭംഗിയുള്ള സൂര്യനെ കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, മേഘത്തിൻ്റെ ഇടയിലായിരുന്നു. പക്ഷെ അവിടുത്തെ ആ ഒരു ഗാർഡൻ അവിടെയൊക്കെ നടന്നു. ഒരുപാട് റിലാക്സ്ഡ് ആയിട്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള കാമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. ഒരു വല്ലാത്തൊരു ഓർക്കുമ്പോൾ തന്നെ ഒരു സുഖമുള്ള ഫീലാണ്. പിന്നെ ഒരുപാട് വാട്ടർ റിച്വൽസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഉലുണ്ടാനു ബരാട്ടൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ഫോട്ടോസ്, അതായത് ഞങ്ങൾ വന്നപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. കൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് ഇവിടെ DSLR ക്യാമറയൊക്കെ കൊണ്ട് ഇവിടെ ആളെന്നിപ്പുണ്ട്. ഒരു നിശ്ചിത തുക കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് നല്ല ഫോട്ടോ എടുത്തു തരും. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ടായിരിക്കാം ഇവർ ഈ ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയ ഒരു സൈഡിലുണ്ട്. ഇതെല്ലാം ഈ ഒരു ലേക്കിൻ്റെ, ഈ ഒരു തടാകത്തിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ, പിന്നെ അതിന് മുമ്പിലൊരു മല പോലെയൊക്കെ ഉള്ളതുകൊണ്ടും ചെറിയൊരു മൂടൽമഞ്ഞൊക്കെ ഉള്ളതുകൊണ്ടും നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ടും വല്ലാത്തൊരു അനുഭവമായിരുന്നു. നല്ലൊരു ഫീലായിരുന്നു. ഈ ഗാർഡനോട് ചേർന്ന് ചെറിയ കഫേസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ അതൊന്നും, ഈ കഫേ റെസ്റ്റോറൻറ്റ്സ് ഒന്നും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. എന്താണെന്ന് അറിയില്ല. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് ഫോട്ടോ സ്പോട്ടുകളുണ്ടായിരുന്നു. ഈ ഫോട്ടോ സ്പോട്ടുകളിലൊന്നും കാര്യമായിട്ടുള്ള തിരക്കൊന്നുമില്ല. എല്ലാവരും ആ 11 ടയർ മെറു, ആ പഗോഡയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലായിരുന്നു. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം അവിടെ ഉള്ളപ്പോൾ ഇവിടേക്ക് വന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം. പക്ഷേ സ്റ്റിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇതിൻ്റെ ഗാർഡനും. അങ്ങനെ സൺസെറ്റിൻ്റെ സമയമായി. ഇപ്പം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലുള്ള സൂര്യൻ താഴുന്നത് കാണാൻ പറ്റും. അങ്ങനെയുള്ള കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. അത്ര തെളിഞ്ഞ ഒരു കാലാവസ്ഥയായിരുന്നില്ല. കുറച്ച് നേരത്തേക്ക് നല്ല രീതിയിൽ തെളിഞ്ഞു വന്നെങ്കിലും പിന്നീട് വീണ്ടും മേഘങ്ങളുടെ ഇടയിലായിരുന്നു. അങ്ങനെ സൂര്യനെയൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു കാഴ്ച, ഈ പഗോഡ ഇങ്ങനെ ലേക്കിൽ നിൽക്കുന്നത്, ഈ ഒരു കാഴ്ച നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ്. ഇത് പറയാതിരിക്കാൻ വയ്യ. വളരെ ബാലിയിലെ ഞങ്ങൾ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഈ ഉലുണ്ടാനു ബരാട്ടൻ. അങ്ങനെ പുറത്തിറങ്ങി ഞങ്ങളുടെ ഡിന്നർ പാക്ക് ചെയ്ത് മേടിക്കാനുള്ള ഒരു സ്ഥലമാണ് ഈ ഉലുണ്ടാനു ബരാട്ടൻ ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു എൻമാർട്ടാണ്. ഇതങ്ങനെ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നതാണെങ്കിൽ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഫ്രൈഡ് ചിക്കൻ്റെ കടയുണ്ടായിരുന്നു. ഈ എൻമാർട്ടിലും ഫ്രൈഡ് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡിന്നർ പാർസൽ വാങ്ങാൻ വേണ്ടി കയറിയ ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഇവിടുത്തെ വില വിവരങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ മേടിക്കാം. അതാണ് ഇത്. ഫ്രഞ്ച് ഫ്രൈസ്
കൊടുത്തു. നല്ലതാണെങ്കിൽ നമുക്ക് നാളെ എടുക്കാം. എന്താ പറയുക, ഒരെണ്ണം എടുത്തു. നല്ലതാണെങ്കിൽ നമുക്ക് നാളെ വീണ്ടും എടുക്കാം. Excuse me. Yeah, sure. ഇങ്ങനത്തെ കുറച്ച് കോമ്പോസ് ഒക്കെ അവൈലബിൾ ആണ്. This Dada. 2. You wait 7 minutes, okay? 7 minutes. 7 minutes, don't worry. No. You same rice, no? No. Just Oh, chicken. Dada? 2. 7 minutes. വെയിറ്റ് ചെയ്യണം. ബിവറേജസ് ഇവിടെ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. പക്ഷെ സോജുടെയൊക്കെ റേറ്റ് ശരി കടുപ്പമാണ്. ഇതിനുള്ള വകുപ്പൊന്നുമില്ല. നമുക്ക് ഷില്ലോങ്ങിലൊക്കെ സിമ്പിളായിട്ട് ഇതിലും കുറച്ച് കിട്ടേണ്ടതാണ്. ഇവിടെ ലിക്കർ ഇവിടെ നല്ല 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 വിലയാണ്. രക്ഷയില്ല. ബാലി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരിക. ഓക്കെ, നമുക്കിപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റുന്ന സ്മിർനോഫാണ്. സ്മിർനോഫിൻ്റെ 180. ബാലിയിലെ 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ 5 സ്ഥലങ്ങളിലേക്കാണ് ഇന്ന് ഇറങ്ങിയത്. ഇന്ന് കാലത്ത് ഉബൂദിൽ നിന്ന് പുറപ്പെട്ട് ഞങ്ങൾ ആദ്യം എത്തിയത് ഹണ്ടാര ഗേറ്റിലായിരുന്നു. അപ്പോൾ ഹണ്ടാര ഗേറ്റിൽ അതൊരു ഹണ്ടാര റിസോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു. ഒരു റിസോർട്ടൊക്കെ കാണുന്നുണ്ട്. അവിടെ 50,000 IDR ആണ് അവിടെ ചാർജ്. അതുകൂടാതെ നമുക്ക് പൊതുവെ എല്ലായിടത്തും ബൈക്ക് പാർക്ക് ചെയ്യുന്നതിനും ചാർജ് ഈടാക്കുന്നുണ്ട്. വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് ബൈക്ക് പാർക്കിങ് ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ 50,000 IDR മുടക്കി ഞങ്ങളവിടെ കുറച്ച് നേരം നോക്കിയിരുന്നു. വേറെ കുറച്ച് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു, തിരക്ക് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം നോക്കിയിരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 2-3 മിനിറ്റ് മാത്രമാണ് അവിടെ ഉള്ളത്. പുള്ളിക്കാരൻ ഒരു 4 ക്ലിക്ക് ആദ്യമേ പറഞ്ഞു വെക്കുന്നുണ്ട് 4 പോസ്റ്റ് എന്നുള്ളത്. അപ്പോൾ 4 ക്ലിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്രയും കാശ് മുടക്കിയാണ് നമുക്ക് ഒരു തൃപ്തികരമായിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോസ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഈ ഹണ്ടാര ഗേറ്റിൻ്റെ അവിടെ കണ്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബന്യുമല എന്നുള്ളൊരു സ്ഥലത്തേക്കാണ്. വനഗിരി എന്നും പറയും. അപ്പോൾ വനഗിരി ഹിഡൻ ഹിൽ എന്നും പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു അത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 150, അതായത് 1,50,000 IDR ആണ് അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത്. 1,50,000 IDR കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടുള്ള കുറേ ഫോട്ടോസ് എടുക്കാമെന്നല്ലാതെ വേറെ ഒരു ഗുണവും കണ്ടില്ല. അപ്പോൾ എനിക്കതൊരു ടൂറിസ്റ്റ് ട്രാപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാനും വൈഫും അവിടെ കയറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ടെംപ്ലിംഗൺ ലേക്കായിരുന്നു. ടെംപ്ലിംഗൺ ലേക്ക് ആക്ച്വലി വളരെ നല്ലൊരു സ്ഥലമായിരുന്നു. അത് അത്യാവശ്യം അത്ര ടൂറിസ്റ്റി ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് ആൾക്കാരൊന്നും അവിടേക്ക് പോകുന്നില്ല. പക്ഷേ നല്ല പീസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷമായിരുന്നു ടെംപ്ലിംഗൺ ലേക്കിലുണ്ടായിരുന്നത്. ടെംപ്ലിംഗൺ ലേക്കിൽ 30,000 IDR ആണ് അവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത്. പിന്നെ അവിടെ ബൈക്ക് പാർക്കിങ്ങിന് പ്രത്യേകിച്ച് ചാർജും കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ചെല്ലാം കഴിച്ചു ഞങ്ങൾ പിന്നെ പോയതുള്ളത് ബന്യുമല ട്വിൻ വാട്ടർഫോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഈ ബന്യുമല ട്വിൻ വാട്ടർഫോൾ എന്ന് പറയുന്നത് നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് അങ്ങ് നടക്കണം. അപ്പോഴാണ് അതിൻ്റെ എൻട്രി പോയിൻ്റ് വരുന്നത്. അപ്പോൾ കുറച്ച്, അതായത് സ്ഥിരമായിട്ട് ഈ ട്രക്കിങ്ങിനൊക്കെ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് പോകാത്ത ആൾക്കാരാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 5 അല്ല, എൻട്രി പോയിന്റിലേക്ക് ഒരു 10 മിനിറ്റ്, അവിടെ നിന്ന് താഴേക്ക് ഒരു 10 മിനിറ്റ്, അങ്ങനെ മൊത്തം ഒരു 20 മിനിറ്റോളമൊക്കെ തന്നെ ഉള്ളൂ അവിടുത്തെ ഈ താഴേക്ക് ഇറങ്ങുക എന്നുള്ളത്. ട്രക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് കുറേ സ്റ്റെയർ ഉണ്ടാവും. ആ സ്റ്റെയറിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ 50,000 IDR ആണ് നമ്മളുടെ എൻട്രി ഫീ എന്ന് പറയുന്നത്. 50,000 IDR കൊടുത്ത് വർത്താണ്. ആ ഒരു വാട്ടർഫോള് ഭയങ്കര, അതായത് നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഭയങ്കരയ്ക്ക് രണ്ടർത്ഥം ഉണ്ടല്ലോ. നല്ല ബ്യൂട്ടിഫുള്ളാണ് ആക്ച്വലി. അപ്പോൾ അത് പുറത്തായിട്ട് തോന്നി. കുറേ നേരം അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് തിരിച്ച് മുകളിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് താഴേക്ക് ഇറങ്ങാൻ എളുപ്പമാണല്ലോ. മുകളിലേക്ക് കയറാൻ ഇച്ചിരി പാടാണ്. അങ്ങനെ ഒരു ഏകദേശം ഒരു 20 മിനിറ്റോളമൊക്കെ എടുത്തു. എന്താ പറയുക, മുകളിലേക്ക്, അതായത് എൻട്രി പോയിന്റ് വരെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 15 മിനിറ്റോളമൊക്കെ എടുത്തു. അങ്ങനെ ഒരു അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ എത്തി. നല്ല മഴയായിരുന്നു. മഴയായി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്ന റൂം അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. കാരണം ഇത്രയൊക്കെ ആയപ്പോഴേക്കും ടയർഡായി പോയിന്നേ. ഇങ്ങനെയൊക്കെ പ്രായമായെന്ന് മനസ്സിലാവണമൊക്കെ ഇങ്ങനെയാണ്. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങളിവിടെ
ഉലുണ്ടാനോ ബരാട്ടൻ, അതാണ് ഈ കാണുന്ന ഈ പ്രോപ്പർട്ടി. ആക്ച്വലി കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറേ പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നല്ല ബ്യൂട്ടിഫുള്ളാണ്. വൈകിട്ടൊക്കെ നല്ലൊരു അന്തരീക്ഷം, വല്ലാത്തൊരു പോസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടെമ്പിള്. പിന്നെ വീഡിയോ കണ്ട് കാണും, ഭയങ്കര നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അപ്പോൾ 75,000 IDR എന്ന് പറയുന്നത് ഇതിന് വെർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. വെർത്ത് എവരി പെണ്ണി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതുപോലെ വെർത്തായിട്ട് കുറേ നേരം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാം. ഈ പറയുന്ന ആ ടെമ്പിൾ ഉണ്ടല്ലോ, ആ ടെമ്പിൾ കണ്ട് കുറേ നേരം ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല. വൈകിട്ട് ഒരു 6 മണി 6:30 കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് കാണാനുള്ള അങ്ങനെ ഈ ചാങ്കു അല്ലെങ്കിൽ ഈ കുട്ട, സെമിന്യാഗ്, അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ക്ലബ്ബുകളിലാണെങ്കിൽ നൈറ്റ് ലൈഫ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ 6:30 ആയതോടുകൂടി ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഒരു കണക്കിന് നല്ലതാണ്, കാരണം നാളെ തിരിച്ച് ഉബൂദിലേക്ക് പോകണം. ഉബൂദിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പെൻഡിങ് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ തീർക്കണം. അതൊക്കെയാണ് പ്ലാൻ. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്.